നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ഹ്യൂമൻ വീഡിയോസ് അല്ല, പകരം AI ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ശരിക്കും ഇത് AI ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോസ് ആണ്, അതായത് ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പം ഇത് അത്യാവശ്യം ട്രെൻഡിങ് ആണല്ലോ, ഒരുപാട് ആൾക്കാർ ട്രൈ ഔട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ AI ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോ. ഒന്ന് ഈസി ആയിട്ട് നിങ്ങൾക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഞാനിപ്പം ഇവിടെ കുറച്ച് ടൂൾസ് യൂസ് ചെയ്തിട്ട് AI ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്കും എൻ്റെ കൂടെ തന്നെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ പിൻട്രസ്റ്റിന് ഒരു ഇമേജ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഇമേജ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ പോകുന്നത് പിൻട്രസ്റ്റിലോട്ടേക്കാണ്. സോ പിൻട്രസ്റ്റിൽ കയറിയിട്ട് ജസ്റ്റ് വെറുതെ കുറച്ച് മോഡൽ ഫോട്ടോസ് നിങ്ങളൊന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക, സെർച്ച് ചെയ്യുക. അപ്പം ഞാനിപ്പം ഈ ഒരു ഫോട്ടോ ആണ് എടുക്കുന്നത്. ആൻഡ് അത് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. വൺസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ Lovart.ai എന്ന് പറഞ്ഞുള്ള ഒരു ടൂൾ ഉണ്ട്. അതിൽ വന്നിട്ട് ഇമേജ് ജനറേറ്ററിൽ കയറാം. ഇമേജ് ജനറേറ്ററിൽ കയറിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രോംപ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ആൻഡ് അവിടെ വന്നിട്ട് നിങ്ങളുടെ നാനോ ബനാന ആണോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. ദെൻ നിങ്ങൾക്ക് വേണ്ടുന്ന സൈസ് എന്താണോ ആ സൈസിലോട്ടേക്ക് മാറ്റുക. ഞാൻ ഇപ്പം 3:4 ആണ് കൊടുക്കുന്നത്. പിന്നെ റെസൊല്യൂഷൻ 2K സെറ്റ് ചെയ്യുക. ആൻഡ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇമേജ് ചൂസ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്ത ഇമേജ്, ഞാനിപ്പോൾ പിൻട്രസ്റ്റിൽ ഡൗൺലോഡ് ചെയ്തതാണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഇമേജ് ഉണ്ടെങ്കിൽ ആ ഇമേജ് ചൂസ് ചെയ്ത് കൊടുക്കാം. വൺസ് ഇമേജ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻഫ്ലുവൻസർ ഇമേജ് ഇവിടെ ജനറേറ്റ് ചെയ്ത് തരും. സോ ആ ഒരു ടൈമിൽ നമുക്ക് ഇനി വേണ്ടുന്നത് ഇതേപോലെ തന്നെ AI എന്താ പറയുക, ഇമേജ് പോലെ തന്നെ നമുക്കിനി ഒരു ഇൻഫ്ലുവൻസറിൻ്റെ ഒരു ഡാൻസ് പോസോ എന്തെങ്കിലും ഒരു പോസ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ഫോട്ടോസ് മാറ്റിയിട്ട് പോസസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ മോഷൻ വീഡിയോസ് കൊടുക്കുകയാണ്. അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം രീതിയിലുള്ള ഫോട്ടോസ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് വേണ്ടുന്നത്, ഇപ്പോൾ ഡാൻസിങ് വീഡിയോസോ അല്ലെങ്കിൽ ഡ്രിങ്കിങ് കോഫിയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഡ്രിങ്കിങ് കോഫി കൊടുക്കുകയാണ്. നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതെടുക്കാം. ഓക്കെ, ഇതെടുത്തു. ഇത് ജസ്റ്റ് ഇതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് പിൻട്രസ്റ്റ് വീഡിയോ ഡൗൺലോഡറിൽ പോവാം. എന്നിട്ട് ഒന്ന് ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആ വീഡിയോ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വൺസ് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് പോവേണ്ടത് നമ്മളുടെ Lovart.ai തന്നെയാണ്. അപ്പോഴത്തേക്ക് Lovart.ai നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമേജ് AI ഇൻഫ്ലുവൻസർ ഇമേജ് സെറ്റായി കിട്ടിയിട്ടുണ്ടാകും. അത് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ദെൻ അതിനുശേഷം ഈ Lovart.ലോട്ടേക്ക് അഗെയിൻ നമ്മൾ വന്നിട്ട് നമ്മളുടെ ഇമേജും ഇപ്പം ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോന് ഫ്രെയിം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. വീഡിയോ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ഒരു ഫ്രെയിം എക്സ്ട്രാക്ട് ചെയ്ത്, കാരണം ഇത് മാച്ച് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഫ്രെയിം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കാൻ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഫ്രെയിം നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുക. ഇപ്പം 10 വേണ്ട, നമുക്ക് ഒരു ഫ്രെയിം മതി. അപ്പം 2 ഫ്രെയിം കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്രെയിം ഏതാണെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. ഇതിൽ നിന്നും എനിക്കിപ്പോൾ ഇവിടെ 2 ഫ്രെയിമിൽ ഒരു ഫ്രെയിമിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം സെക്കൻഡ് ഫ്രെയിം ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ Lovart.ൽ വന്നിട്ട് ഓൾറെഡി ഞാൻ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള AI ഇമേജ് ഞാൻ ഇതിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത ഇമേജ് ഞാൻ കൊടുക്കുന്നത് അപ്ലോഡ് ഇമേജ് കൊടുത്തു. ആദ്യം തന്നെ ഞാൻ AI ഇമേജും ചൂസ് ചെയ്തു. അതേപോലെ നമ്മളിപ്പോൾ ഫ്രെയിമിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഇമേജ് അല്ലേ, ഈ 2 ഇമേജും ഞാനിവിടെ ചൂസ് ചെയ്തു. ഇനി ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. അതായത് ആ വീഡിയോ ഫ്രെയിമിലുള്ള സെയിം പോസിൽ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫ്ലുവൻസർ ഇമേജും എനിക്ക് വേണമല്ലോ. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് 2 പോസിങ് ലൈക്ക് ഇമേജ് 1. ഓക്കെ, ഇമേജ് 1 അഗെയിൻ നമ്മളുടെ എല്ലാ കാര്യങ്ങളും മാറ്റി കൊടുക്കുക, ജനറേറ്റ് ചെയ്യുക. സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താണ്, ആ ഒരു ഇൻഫ്ലുവൻസർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള AI ഇമേജും അതേപോലെ തന്നെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഇമേജുമായിട്ട് എനിക്ക് മാച്ച് ചെയ്തിട്ട് കിട്ടും. വൺസ് ഇത് ജനറേറ്റ് ചെയ്ത് കിട്ടി കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ AI ഇൻഫ്ലുവൻസർ വീഡിയോ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് പോവേണ്ടത് Kai.ai എന്ന് പറഞ്ഞിട്ടുള്ള
ഒരു ടൂൾ ഉണ്ട്. സോ kai.aiയിൽ ക്ലിങ് 2.6 മോഷൻ കൺട്രോൾ ആണ് എടുക്കേണ്ടത്. അതിൽ കയറിയിട്ട് നമ്മൾക്ക് നമ്മളുടെ വീഡിയോയും അതേപോലെ നമ്മളിവിടെ ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഇമേജും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് വേറൊരു ടൂളും കൂടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, hixfield.ai എന്ന് പറഞ്ഞ ടൂള്. അതിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് AI ഇൻഫ്ലുവൻസർ വീഡിയോ ഈസിലി ചെയ്യാം. പക്ഷേ ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആണ്. നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാനാണെങ്കിൽ kai.ai തന്നെയാണ് ഏറ്റവും നല്ലത്. സോ നമുക്ക് ഈ ലോ വാട്ടിൽ നമുക്ക് കണ്ടില്ലേ, നമ്മൾ ചെയ്ത ഇമേജ് ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇമേജ്. നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. സോ അത് രണ്ടും എന്തായിട്ടുണ്ട്, മാച്ചായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനി എന്ത് ചെയ്യുക, ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലിങ്ങിൽ വരാം. ഇവിടെ ഓൾറെഡി ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഇവിടുത്തെ ഇമേജസും എല്ലാ വീഡിയോസും ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മളുടെ ഇമേജസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ട ഇമേജ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമേജാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് അതിനുശേഷം ഈ വീഡിയോ നമ്മൾ എന്താണ് പിൻട്രസ്റ്റിന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ അല്ലേ, ആ വീഡിയോ ആണ് കൊടുക്കേണ്ടത്. യൂഷ്വലി നിങ്ങൾക്ക് എന്ത് രീതിയിലാണോ നിങ്ങളുടെ AI അവതാർ ആക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പോസ് ചെയ്യേണ്ടത്, ആ വീഡിയോ ആണ് നിങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നിങ്ങളുടെ തന്നെ ഒരു ഡാൻസിങ് മോഷൻ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് കൊടുത്താലും മതി. ഓക്കെ, ദെൻ ഫൈനലി ഇതെന്ത് ചെയ്യുക, ഇവിടുന്ന് ലോഡായതിനു ശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നത് പോലത്തെ AI ഇൻഫ്ലുവൻസർ വീഡിയോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിക്സ്ഫീൽഡിലൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടിയും എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്പർ ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടൂൾസ് അതും യൂസ് ചെയ്യാം. അപ്പം ഉറപ്പായിട്ടും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതേപോലത്തെ AI ഇൻഫ്ലുവൻസർ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റിലോട്ടേക്ക് പറയാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. അതുമാത്രമല്ല ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ AI ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഓഫർ ഉണ്ട്. നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ, അതായത് 80% മുകളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൻ്റെ 20% വരെ ഓഫർ ഉണ്ടാവും. അപ്പോൾ അതും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.